ചന്ദ്രമണ്ഡലത്തിന്റെ മുകളിലൂടെ സൂര്യരേഖ കടന്നു പോകുന്നത് കാരണം. സൂര്യരേഖ എന്നൊന്നില്ല. നിന്റെ ജാതകത്തിൽ കാണൂല്ലേ, എരണം കെട്ടതല്ലേ. എന്റെ ജാതകത്തിലുണ്ട് സാറേ. ഇവക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടെ, കള്ള കാക്കാത്തി. കൊച്ചു വെളുപ്പാങ്ങൾക്ക് വായിരിക്കുന്നൊന്നും കേക്കരുത്. ആ, ആദിത്യൻ 3-ാം സ്ഥാനത്ത് ഗുലാം ഭരിച്ചിട്ട് തലനീട്ടി നിൽക്കുകയാണ്. ക്ലാവർ ഗുലാനിട്ട് അവനെ വെട്ടി വ്യാഴം നിൽക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഉടനടി മരിച്ചു പോകും. സത്യമായിട്ട് പറഞ്ഞതിനാണോ ഇയാളെന്നെ അടിച്ചത്? എന്റെ അമ്മൂമ്മയുടെ സത്യം. കയ്യിലിരുന്ന കാശ് വാങ്ങിയിട്ട് എന്റെ ഭാര്യ പറയില്ല. കല്യാണം കഴിക്കാത്ത എന്റെ ഭാര്യ മരിച്ചു പോകുന്ന രേഖയല്ല, പൂർണ്ണിമചേരമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എന്താണ് ഇത്ര കിടിക്കാതിരിക്കുന്നത്? നീ ഞാനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. നീ കള്ളി, ഞാൻ കള്ളൻ. ഇരിക്കൂ, കാശ് വെക്കൂ, കൈ നീട്ടു. ഭാവി, ഭൂതം, വർത്തമാനം എന്നിവ ഉടനടി പറഞ്ഞു കൊടുക്കപ്പെടും. കല്യാണം കഴിച്ചതാണോ, മക്കളുണ്ടോ എന്നോട് ആദ്യമേ പറയണം. ഫലം പറഞ്ഞു കേട്ട ശേഷം കാണാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ തല്ലിയ ഞാനും തല്ലും. എന്റെ പേര് ചക്രപാണി. എന്താ ചക്രപാണിയുടെ പണി? എന്റെ പണി ജോത്സ്യം. വേണമെങ്കിൽ നിങ്ങളുടെ മുഖം നോക്കി ഞാൻ ഒരു ലക്ഷണം പറയാം. എനിക്കറിയാം, കള്ള ലക്ഷണം. അതെ, മുഖം കവി സമാനേ, അഹം തവി കുണേശേ, ഇത്രേ കള ലക്ഷണേത്രേ. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെ മുഖത്ത് ഒരേ ലക്ഷണം എങ്ങനെ വന്നു? കൊച്ചു കൊള്ളാം. അതെന്ത് പണിയാ? എടാ, നിന്നെപ്പോലെ ഒരുത്തിനെയാ ഞാൻ തേടി വന്നത്. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാ ഇവിടെയുള്ള ജ്യോത്സ്യന്മാരെ മുഴുവൻ കെട്ടുകെട്ടും. വരവ് പാതി പാതി. തല്ലിന്റെ വരവും പാതി പാതി മേടിച്ചോണം. അതും ഞാൻ ഏറ്റു. വാ പോവാ. തത്തമ്മ ഒരിക്കലും കള്ളം പറയില്ല. അത് ശരിയാ, പക്ഷെ സത്യവും പറയില്ല. തത്തമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആ കാശുവൈ, കാക്കാത്തി സത്യമേ പറയൂ മോനെ. എന്റെ കയ്യിൽ ആകെ 7 രൂപയേ ഉള്ളൂ. നേരം വെളുത്തിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കാപ്പിക്കുള്ള 1 രൂപ വെച്ചിട്ട് ബാക്കി 6 രൂപ തരാം. മതിയോ? 5 രൂപ മതി. ആ, പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിനുള്ള സമയം ഇപ്പൊ ഇല്ല. ഒന്ന് പറയാം, നീ ഇവിടുന്ന് പോകണ്ട. നിന്റെ നല്ല കാലം ഈ അമ്പലത്തിന്റെ നടയിന്നാ തുടങ്ങുന്നത്. ആ